പാർട്ടി ഒരിക്കലും വെട്ടിലാകില്ല. കാരണം ശ്രീലേഖ അടിയുറച്ച BJP വിശ്വാസിയാണ്. ശ്രീലേഖ ഈ പാർട്ടിയിലേക്ക് വന്നത് ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നല്ല നയങ്ങൾ, രാജ്യത്തിന്റെ പുരോഗമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ പാർട്ടിയിലേക്ക് വരിക എന്നുള്ള അവരുടെ തീരുമാനമാണ്. ഇന്നും ശ്രീലേഖ എന്ന് പറഞ്ഞ നമ്മുടെ പാർട്ടിയുടെ നേതാവാണ്. ശ്രീലേഖ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ശാസ്തമല വാർഡിന്റെ കൗൺസിലറാണ്. കേരളത്തിലെ മുതിർന്ന നേതാവാണ്. പാർട്ടിയെ വെട്ടിലാക്കുന്ന ഒരു നിലപാടും ശ്രീലേഖയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. ഞങ്ങളൊക്കെ ജ്യേഷ്ഠ സഹോദരിയെ പോലെ ബഹുമാനിക്കുന്ന ഞങ്ങളുടെ പ്രിയ നേതാവാണ് ശ്രീലേഖ. അതുകൊണ്ട് മാധ്യമങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കൊന്നും ആ തരത്തിൽ കാണണ്ട. നിങ്ങൾ നിങ്ങളുടേതായ കഥ മെനയുമ്പോൾ ശ്രീലേഖയുടെ സത്യങ്ങൾ വിളിച്ചു പറയും. അത് അവരുടെ കടമയാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തക നേതാവ് എന്ന നിലയിൽ അത് തിരുത്തുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ്. ആ ധർമ്മം അവർ ചെയ്യുന്നു. ശ്രീലേഖ ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കാൻ പോയില്ല എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായിട്ട് അസൗകര്യം അവർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഓൾ ഇന്ത്യ പ്രസിഡന്റ് വന്ന ആ പരിപാടിയിൽ തന്നെ ഞങ്ങളോട് പറഞ്ഞു, തിരുവനന്തപുരം വീട് വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് അറിയിച്ചു. അപ്പം ശ്രീലേഖ മാത്രമല്ല, നമ്മുടെ BJPയുടെ നേതാവായിട്ടുള്ള ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള MR ഗോവൻ പോയിട്ടില്ല. MR ഗോവന്റെ അമ്മ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്. അമ്മയെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലിട്ട് ഡൽഹിയിൽ പോകാൻ ഒരു മകന് കഴിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ MR ഗോവനും പോയിട്ടില്ല. ഞാനും പോകേണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ നാളെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില വ്യക്തിപരമായിട്ടുള്ള ചില അസൗകര്യങ്ങൾ കാരണം മാറി നിൽക്കുന്നതിനെ അതിന് വിട്ടുനിൽക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അങ്ങനെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ.